ഹലോ പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബൗളാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ബൗള്. അപ്പോൾ ചിരട്ടയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രാഫ്റ്റിന് ഒരു നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് വേണ്ട ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഹോളൊക്കെ അടച്ചിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒട്ടിക്കാൻ നമ്മൾ ഫ്ലക്സ് സ്റ്റിക്കും പിന്നെ ചിരട്ടയുടെ പൊടിയും തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണ്ട രീതിയിൽ ഒക്കെ ഒന്ന് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നാളികേരം നമ്മൾ അടർത്തി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് പീസായിട്ട് നാളികേരം എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ നമുക്കത് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ആ ഹോൾ വശം ഒന്ന് അടച്ചു കൊടുക്കണമുണ്ട്. അത് ചെറിയൊരു പീസാക്കി എടുത്തിട്ട് നമ്മൾ അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലക്സ് കേക്ക് ഇട്ട് കറക്റ്റ് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഒന്നായിട്ടൊന്ന് അത് പേപ്പർ ഇട്ടെടുക്കുന്നതാണ്. ഇതിൻ്റെ കണ്ണ് വരുന്ന ഭാഗത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഒന്ന് ബലപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു വട്ടത്തിലുള്ളൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ താഴെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പീസ് കൂടെ ഇനി നമ്മളൊന്ന് പേപ്പർ ഇട്ടെടുക്കുന്നുണ്ട്. ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മളിത് മൊത്തം പേപ്പർ ഇട്ടെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് ഒട്ടിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിലേക്ക് ഒന്ന് വരച്ചെടുത്തിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് കുറേ ഹോളുകളിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ലൈൻ വരച്ചിട്ട് അതിലേക്ക് കറക്റ്റ് ഹോള് ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴെ ഒരു ബോർഡർ പോലെ ചെറിയ വര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെറിയൊരു ഡിസൈൻ പോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്കത് ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒന്ന് ഒട്ടിക്കുന്നതിൻ്റെ മുന്നായിട്ട് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ടത് ചെരിവൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് കേക്കും പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല ബലത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നൈസ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഒരു കോട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബോൾ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കുക. തുടർന്നും വീഡിയോ ചെയ്യാൻ എനിക്കത് ഒത്തിരി ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ബൗളിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.